വായിച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴേക്കും പഠിച്ചതെല്ലാം മറന്നു പോകാറുണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മറക്കാതെ പഠിക്കാൻ വേണ്ടി പറ്റുക? നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കരുത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്ന ഒരു ടീച്ചറിൻ്റെ വളരെ ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു ക്ലാസ് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് മനസ്സിലായി. അതിനുശേഷം മാത്രം ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുക. ഒറ്റയടിക്ക് ചാപ്റ്റർ പഠിക്കാതെ ഓരോ ചെറിയ ചെറിയ പോർഷൻസ് ആക്കി അതിനെ മാറ്റുക. എന്നിട്ട് ആ ഒരു കുട്ടി പോർഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഒന്ന് വായിക്കുക. അതിനുശേഷം ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ആ കാര്യം നിങ്ങളൊരു കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ ഒന്ന് പറഞ്ഞു നോക്കുക. നിങ്ങൾക്കത് കറക്റ്റായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് അർത്ഥം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ വേർഡ്സിൽ ഒരു നോട്ട്ബുക്കിൽ അതൊന്ന് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് അത് ഒന്നുകൂടെ എന്ത് ചെയ്യാണ്, ഉറപ്പിക്കുകയാണല്ലോ. ആ ഒരു മെമ്മറി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് സഹായിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓരോ പോർഷൻസും മുമ്പോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പിന്നീട് മറക്കില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ വീക്ക്ലി ഒന്ന് നിങ്ങൾ റിവൈസ് കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മറക്കില്ല. അതിൽ നിന്നും എന്ത് ചോദ്യം ചോദിച്ചാലും ഫുൾ മാർക്ക് നേടിയെടുക്കാനും പറ്റും.